എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സെൻ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ആദ്യത്തെ ഭാഗം നമ്മൾ ഇന്ന് ആരംഭിക്കുകയാണ്. അതിൽ ആദ്യത്തെ അധ്യായം. അപ്പോൾ ആദ്യത്തെ ഭാഗത്തിൻ്റെ പേര് ഇങ്ങനെയാണ്: 30 ways to energize your present self. അത് നമ്മുടെ നിലവിലുള്ള അവസ്ഥ എന്താണോ അതിനെ ഒന്നുകൂടെ ഊർജിതപ്പെടുത്താനായിട്ടുള്ള 30 വഴികൾ. 30 വഴികൾ എന്ന് പറയുന്നത് 30 അധ്യായങ്ങളാണ്. അത് നമ്മൾ 30 വീഡിയോസ് ആയിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ ആദ്യത്തെ ഭാഗത്ത് 30 വീഡിയോസാണ് ഉള്ളത്. അപ്പം ഇതിലെ ആദ്യത്തെ അധ്യായം എന്ന് പറയുന്നത് വേറൊന്നുമില്ല, അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: മേക്ക് ടൈം ഫോർ എംപ്റ്റിനെസ്. അതായത് ശൂന്യത എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് പോകാനായിട്ട് ഒരല്പം സമയം കണ്ടെത്തുക. അതായത് ഇവിടെ ചോദിക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ്: നമുക്ക് ഒന്നും ചിന്തിക്കാത്ത ഒരവസ്ഥയിലേക്ക് പോകാൻ സാധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു സമയത്ത് ഒരല്പ സമയത്തെങ്കിലും നമുക്ക് അതിനെ ഇരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മളോട് അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ മിക്ക ആളുകളും പറയുന്ന ഉത്തരം ഇതായിരിക്കും: അതിനൊക്കെ എവിടെ സമയം ഇരിക്കുന്നു, ഒന്നും ചെയ്യാതിരിക്കാനായിട്ട് എനിക്ക് സമയമില്ല. കാരണം എന്താ വെച്ചാൽ ഒരുപാട് തിരക്കുള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ മിക്ക ആളുകളും ആ ഒരു അവസ്ഥ തന്നെയാണ്. എന്നും പറഞ്ഞ് നമ്മൾ ചിലർക്ക് തോന്നിയേക്കാം നമ്മൾ ഒരല്പം സമയം വെറുതെ ഇരുന്നാൽ നമ്മൾ ചിന്തിക്കാതിരിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. നമ്മൾ ചിലപ്പം ഒരു ദിവസത്തിൽ പല സമയവും നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്നുണ്ടാവും, വെറുതെ ഇരിക്കുന്നുണ്ടാവും. പക്ഷേ ഒന്നും ചിന്തിക്കാതിരിക്കുന്ന ഒരവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ്. ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ ബുദ്ധിമുട്ട് തന്നെയാണ്. അത് നമ്മളിൽ പലർക്കും ആ ഒരു അവസ്ഥ എന്താണെന്ന് പോലും അറിയില്ല. അപ്പം ഇവിടെ അദ്ദേഹം പറയുന്നത് വെച്ചാൽ അത് ശീലിക്കാനാണ് പറയുന്നത്. കാരണം നിശബ്ദമായ, ശാന്തമായ, ഒന്നും ചിന്തിക്കാത്ത ഒരവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ശരിക്കുള്ള യഥാർത്ഥ രൂപം അല്ലെങ്കിൽ നമ്മുടെ മനസ്സെന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പം ശരിക്കും അഗാധമായ ഒരു ഒരു ധ്യാനത്തിലേക്ക് പോകാനുള്ള ഒരു ആദ്യത്തെ ഒരു പടിയാണ് അദ്ദേഹം പറയുന്നത് എംപ്റ്റിനെസ്. അത് ശൂന്യത, ഒന്നും ചിന്തിക്കാത്ത ഒരവസ്ഥയിൽ ഇരിക്കുക എന്നുള്ളത്. അപ്പം അതിന് അദ്ദേഹം പറയുന്നത് ഇത്രയേ ഉള്ളൂ: ഒരു ദിവസം ഒരുപാട് നേരമൊന്നും വന്ന് അതിനുവേണ്ടി ചിലവഴിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ദിവസവും 24 മണിക്കൂർ നമുക്ക് കിട്ടുന്നുണ്ട്. ആ 24 മണിക്കൂറിൽ ഒരു 10 മിനിറ്റ് എപ്പോഴെങ്കിലും, അത് രാവിലെന്നോ ഉച്ചയ്ക്കെന്നോ വൈകിട്ടെന്നോ നമുക്ക് തീരുമാനിക്കാം, എപ്പോഴെങ്കിലും കുറച്ച് സമയം കണ്ണടയ്ക്കാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. പക്ഷെ കണ്ണടച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ വേറെ ചിന്തകളൊന്നും വരില്ല, പുറമേ നിന്നുള്ള കാഴ്ചകൾ നമ്മൾ കാണാതിരിക്കും. അതുകൊണ്ട് തൽക്കാലം കണ്ണടച്ച് ഒന്ന് ഇരിക്കുകയോ കിടക്കുകയോ എപ്പോഴാണെങ്കിലും ഇതൊന്ന് പരിശീലിക്കുക. അപ്പം നമ്മൾ കണ്ണടച്ച് കഴിയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ ധാരാളം ചിന്തകൾ വരും. ഒന്നുകിൽ നമ്മുടെ പൂർവ്വകാലത്ത് നടന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരും. അതല്ലെന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഇനി സംഭവിക്കാൻ പോകുന്ന എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടാകും. ആ ചിന്തകൾ വന്നോട്ടെ, കുഴപ്പമില്ല. ചിന്തകളെ ഒരിക്കലും നമ്മൾ തടയാനായിട്ട് നിൽക്കേണ്ട. ആ ചിന്തകൾ വന്ന് അതിനെ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്താൽ മാത്രം മതി. നമ്മളൊന്ന് നോക്കി ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അങ്ങനെ ഒബ്സർവ് ചെയ്താൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ചിന്തകൾ ഇല്ലാതെയാകും. ഇത് ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷേ നമ്മുടെ ആർട്ട് ഓഫ് സിമ്പിൾ ലിവിങ്ങിലേക്ക് നമുക്ക് കടന്നു ചെല്ലാനായിട്ടുള്ള ആദ്യത്തെ ഒരു പടി എന്ന് പറയുന്നത് ഇതാണ്: എംപ്റ്റിനെസ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ പരിശീലിക്കുക. ഇത് എല്ലാ ദിവസവും നമുക്കൊരു 10 മിനിറ്റ് ചെയ്താൽ, ഒരു കുറച്ച് ദിവസം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു അവസ്ഥയിലേക്ക് എളുപ്പത്തിൽ എത്താൻ പറ്റും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ കണ്ണടച്ചൊന്നിരിക്കുക, നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകളെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പതുക്കെ ആ ചിന്തകൾ കുറഞ്ഞ് ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകും. അപ്പം നമുക്ക് സമയം അറിയാനായിട്ട് ബുദ്ധിമുട്ടാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മൊബൈലിലോ എന്തെങ്കിലും ഒരു അലാറമോ ടൈമർ വെച്ചിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഇത് പരിശീലിക്കാവുന്നതാണ്. അപ്പം ശൂന്യത എന്ന് പറയുന്ന, എംപ്റ്റിനെസ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് പോകാനായിട്ട് എല്ലാവർക്കും ഇന്ന് ഒരു പക്ഷേ പറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇതൊന്ന് പരിശീലിച്ച് നോക്കാം. ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, എനിക്കും കൂടെ വേണ്ടി ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. എനിക്കും ആ ഒരു അവസ്ഥയിൽ ഇരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കണ്ണടച്ചാലും ഉറങ്ങിയാലും തന്നെ പല പല ചിന്തകളാണ് നമുക്ക് മനസ്സിൽ വരിക. അപ്പം ആ ഒരു അവസ്ഥയൊക്കെ നമുക്ക് മാറ്റി വളരെ ശാന്തമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും വളരെ നല്ല ഒരു ദിവസം കൂടെ നേരുന്നു. നമസ്കാരം.